കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് 2023 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് സിയിൽ ചോദിച്ചിട്ടുള്ള 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. A domestic company submits the following particulars of its income for the previous year ending 31st March 2022. Profit of business after deduction of donation to approved charitable institution section 80G 4 lakh. Donation to charitable institution by check 50,000. Then interest on government securities 20,000. Dividend from domestic company gross 60,000. Long term capital gain 1 lakh. Book profit under section 115 JB 10 lakh. During the financial year 2020-21, the company deposited 50,000 in IDBI. The company distributed a dividend of rupees 1 lakh on September 2021. Compute taxable income of the company and tax payable by it for the assessment year 2022-23. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഐറ്റംസ് നോക്കുക. ബിസിനസ് ഇൻകം തന്നിട്ടുണ്ട്. ബിസിനസ് ഇൻകം. ഓക്കെ, ബിസിനസ് ഇൻകത്തിൽ തന്നിരിക്കുന്നത് ബിസിനസ് പ്രോഫിറ്റ് എത്രയാണ്? ബിസിനസ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് 4 lakh ആണ്. 4 lakh ആണ് തന്നിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡൊണേഷനെ നമ്മളിവിടെ ആഡ് ചെയ്യണം. കാരണം ആ ഡൊണേഷനെ കൊടുക്കുന്നതിന് മുമ്പുള്ള ഇൻകമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഡൊണേഷൻ 50,000 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,50,000 എന്ന് കിട്ടും ബിസിനസ് ഇൻകം. ഓക്കെ, ഇനി അതേപോലെ അടുത്ത ഇൻകം വരുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണുള്ളത്. എത്രയാണ്? 1 lakh ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്. ഇനി മറ്റൊരു ഇൻകം വരുന്നത് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സ് അതിൽ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി തന്നത് എത്രയാണ്? 20,000 ആണ് തന്നത്. അതേപോലെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി 60,000 ആണ് തന്നത്. ഈ 60,000 ആഡ് ചെയ്യുന്നു, 80,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,30,000 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം 6,30,000 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80G ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡൊണേഷൻ. ഓക്കെ, ഡൊണേഷൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 10% ഓഫ് GTI ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ വരിക 6,30,000 നിന്നും ഏതിനെ മൈനസ് ചെയ്യണം? ലോങ് ടേം ക്യാപിറ്റൽ 1 lakh മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എടുക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട്. അതായത് 5,30,000. ഇതിൻ്റെ 10% കണ്ടാൽ എത്ര വരും? 53,000 എന്ന് കിട്ടും. ഇനി ഈ 53,000 ഓർ 50,000 തന്നിരിക്കുന്ന ഡൊണേഷൻ എത്രയാണ്? 50,000 ആണ്. വിച്ച് എവർ ഈസ് ലെസ് നമ്മൾ എടുക്കുന്നു. എത്രയാണ്? 50,000 ആണ് ലെസ് വരുന്നത്. അപ്പോൾ ഈ 50,000ൻ്റെ എത്ര ശതമാനം? 50% ഓഫ് 50,000. ഇതാണ് ഡിഡക്ഷൻ കിട്ടുക. എത്ര? 25,000. അപ്പോൾ 6,30,000 നിന്നും 25,000 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6,30,000 നിന്ന് 25,000 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6,05,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 6,05,000. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് ടോട്ടൽ ഇൻകം. ഇതാണ്
ടോട്ടൽ ഇൻകം. ഇനി നമ്മൾ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി. ഓക്കെ, ടാക്സ് പേയബിൾ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. ഇവിടെ ടാക്സ് ഓൺ LTCG, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് എത്രയാണ്? 20% ആണ് ലോങ് ടേം ക്യാപിറ്റലിന്റെ ടാക്സ് വരുന്നത്. അതായത് 1 lakhന്റെ 20% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20,000 എന്ന് കിട്ടും. ഇനി ബാലൻസ് വരുന്നത് എത്രയാണ്? ഇനി ബാലൻസ് എമൗണ്ട്, അതായത് 6,05,000 നിന്നും എന്തിനാ മൈനസ് ചെയ്യണം? നമ്മൾ 1 lakhനെ മൈനസ് ചെയ്യണം. അതിന്റെ ഓൾറെഡി കണ്ടെത്തി. അതായത് 5,05,000 എന്ന് കിട്ടും. ഈ 5,05,000 നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു 5,05,000 നമ്മൾ എത്ര ശതമാനം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു? കമ്പനിയുടെ കേസിൽ, ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസിൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 400 crore ആവുമ്പോൾ ഇവിടെ അറ്റ് 25% ആണ്. അതായത് ഇതിന്റെ 25% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,26,250 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യുന്നു. ഇതിന്റെ കൂടെ 20,000 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,46,250 എന്ന് എമൗണ്ട് കിട്ടും. ഇതിന്റെ കൂടെ HEC ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് 4% 5,850 എന്ന് കിട്ടും. ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1,52,100 എന്ന് കിട്ടും. 1,52,100. ഇത് എന്താണ്? നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ്. ഇനി ഇതുകൂടാതെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബുക്ക് പ്രോഫിറ്റിനെ തന്നിട്ടുണ്ട്. ആ ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിലും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ വിച്ചെവർ ഈസ് മോർ ആയിരിക്കും ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് രണ്ടാമത്തെ കേസിൽ ബുക്ക് പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? ബുക്ക് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 10 lakh ആണ് ബുക്ക് പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ 10 lakhന്റെ എത്ര ശതമാനമാണ് വരിക? മാറ്റ് കേസിൽ 15% ആണ് വരുന്നത്. അതായത് 15% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1,50,000 എന്ന് കിട്ടും. ഇതിന്റെ കൂടെ HEC ആഡ് ചെയ്യുന്നു അറ്റ് 4%. അപ്പോൾ 4% കണ്ടു കഴിഞ്ഞാൽ 6,000 വരും. അപ്പം 1,56,000 എന്ന് കിട്ടും. ഓക്കെ, 1,56,000. ഇവിടെ കൂടുതൽ വരുന്നത് ഏതാണ്? 1,56,000 ആണ് വരുന്നത്. ഈ 1,56,000 ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടത്? ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. നേരത്തെ കണ്ടത് എത്രയേ ഉള്ളൂ? 1,52,100 ഉള്ളൂ. അപ്പോൾ ഇവിടെ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു 1115 JB, അതായത് ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ കാണുന്ന 1,56,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.